They're trying to force you out. Yes, not only the coach, but the other 2 or 3 guys there around the club. At the senior executive level? Yes, that I felt betrayed. And you think they're trying to get rid of you? Honestly, I shouldn't say that, I don't know, but listen, I don't care, people should listen the truth. Yes, I feel betrayed, and I felt that some people that don't want me here, not only this year, but last year too. ഖത്തറിൽ നിന്നും തലകുനിച്ച് മടങ്ങേണ്ടി വന്ന നിമിഷത്തെക്കാളേറെ മറ്റൊന്നും അയാളെ ഒരുപക്ഷെ ഇന്നോളം വേദനിപ്പിച്ച് കാണുകയില്ല. സ്വയം തോൽവി സമ്മതിക്കുവാൻ വിസമ്മതിച്ചവൻ്റെ കാലുകൾക്കും കഴിവുകൾക്കും മുന്നിൽ വിധി പോലും പലവട്ടം പരാജയപ്പെട്ട് നിന്നപ്പോൾ അന്ന് അയാൾ തളർന്നു പോകുന്നത് താൻ ഏറെ സ്നേഹിക്കപ്പെട്ടവർ പോലും തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ മാത്രമായിരുന്നു. എന്നിട്ടും മാഞ്ചസ്റ്ററും പോർച്ചുഗലും എറിക് ടെൻ ഹാഗും ഫെർണാണ്ടോ സാന്റോസും കാണിച്ച നീതികേടിനോട് നന്ദികേടിനോട് ഇന്നേവരെ അയാൾ നേരിട്ട് നീരസം പ്രകടിപ്പിച്ചിട്ടുമില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന തൻ്റെ തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ 38കാരൻ തൻ്റെ കരിയറിനോട് നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. അതേ അറേബ്യൻ മണ്ണിൽ തന്നെ തനിക്കായി പുതിയ കളവും അതിൻ്റെ അധിപനായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് അയാൾ. ഈ ലോകത്ത് ആർക്കും സ്വന്തമാക്കാൻ സാധിക്കാത്ത റെക്കോർഡിലേക്ക് പോലും അയാളുടെ വാർദ്ധക്യം ബാധിക്കാത്ത കാലുകൾ നടന്നെടുക്കുമ്പോൾ വ്യത്യസ്ത 4 ലീഗുകളിൽ 100 ഗോളുകൾ നേടുന്ന ആദ്യ താരമെന്ന നേട്ടം അയാളുടെ കരിയറിലെ ആത്മസമർപ്പണത്തെയും മൂല്യത്തെയും സൂചിപ്പിച്ച് കടന്നു പോകുന്നുണ്ട്. അഡോപ്റ്റഡായി ഒരു ലീഗിലോ ക്ലബിലോ തനിക്ക് സ്ഥിരമായി നിൽക്കുവാൻ ഇഷ്ടമില്ലാതിരുന്നത് പുതിയ ചലഞ്ചുകളെ നേരിടുവാനും പോരടിക്കുവാനും അയാൾക്കുള്ളിൽ ഭയമെന്ന വിത്തിൻ്റെ ഒരംശം പോലും ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ലേ? ഒരു തണലിലും അയാൾക്കൊന്നും നേടണമെന്ന ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടായിരുന്നു. നാളത്തെ ചരിത്രത്തിൽ തന്നെക്കുറിച്ച് അങ്ങനെ ഒരു വാദം ഉണരരുത് എന്നൊരു വാശി കൊണ്ടായിരുന്നു. എതിർപ്പുകൾ ഏറെ ഉണ്ടായിരുന്നിട്ട് പോലും അയാൾ തൻ്റെ പ്രിയപ്പെട്ട തന്നെത്താനാക്കിയ ചെങ്കുപ്പായത്തിലേക്ക് തിരിച്ചു വരുന്നത് അവർ അനുഭവിക്കുന്ന നിരാശയിൽ നിന്നും കരകയറ്റുവാൻ തനിക്കിനിയും ആയുസ് ബാക്കിയുണ്ട് എന്ന ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. 36-ാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലീഗിലേക്ക് റൊണാൾഡോ ക്ഷണിക്കപ്പെടുന്നുവെന്ന വാർത്ത പലരെയും അസ്വസ്ഥമാക്കി, അസൂയപ്പെടുത്തി. തങ്ങൾ ആരാധിക്കുന്ന നായകൻ്റെ കഥയ്ക്ക് മുകളിൽ എന്ന ഈഗോ പോലും അക്കാലത്ത് പലരിലും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നിട്ടും അതിനെല്ലാം മുകളിലൂടെ തൻ്റെ വലങ്കാൽ ഒരിക്കൽ കൂടി ഓൾഡ് ട്രാഫോർഡിലേക്ക് അയാൾ പതിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു 36-കാരനെ കൊണ്ട് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രക്ഷിക്കുവാൻ സാധിക്കുമോ എന്ന സംശയമുണർന്നു. വാദങ്ങൾ അപ്പാടെ പരന്നു. എന്നാൽ ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ വേട്ട നടത്തി ആരംഭിക്കുന്ന റൊണോ സെലിബ്രേഷൻ ആ പഴയ ചെകുത്താൻ്റെ നിഴലാട്ടത്തെ ഒരിക്കൽ കൂടി ഓൾഡ് ട്രാഫോർഡിൻ്റെ നിലത്തെയും മാഞ്ചസ്റ്റർ തെരുവിനെയും അത്ഭുതപ്പെടുത്തി. പിന്നീടുള്ള ക്ലബിൻ്റെ ഉയർച്ച താഴ്ചകളിൽ മാറി മാറി വന്ന പരിശീലകരുടെ കീഴിലും റൊണാൾഡോ എന്ന മഹാമേരു തൻ്റെ കഴിവിൻ്റെ പരമാവധി ഇംഗ്ലണ്ട് നിലങ്ങളിൽ പുറത്തെടുത്തുകൊണ്ടേയിരുന്നു. തോറ്റു എന്ന് ഉറപ്പിച്ച മത്സരങ്ങളും മിറാക്കിൾ ഗോളുകളും റിവഞ്ചുകളും തിരിച്ചുവരവുകളും അയാൾ തൻ്റെ പണി കൃത്യമായി തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ പലപ്പോഴും മതിലടിയിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും നിലതെറ്റുന്നത് കാണാമായിരുന്നു. ശേഷം പരിശീലക സ്ഥാനത്തേക്ക് എറിക് ടെൻ ഹാഗ് എന്ന ഡച്ച് പരിശീലകൻ സ്ഥാനമേൽക്കുന്നു. പിന്നീട് മാഞ്ചസ്റ്റർ യുഗത്തിൻ്റെയും റൊണാൾഡോയുടെയും കരിയറിൻ്റെ ഏറ്റവും മോശം അധ്യായം അവിടെ മുതൽ ആരംഭിക്കുന്നുണ്ട്. ടെൻ ഹാഗുമായുള്ള സ്വരച്ചേർച്ചയും തൻ്റെ മകൻ്റെ മരണത്തെ തുടർന്നുള്ള വിഷാദ നിമിഷത്തിനും പുറമെ റൊണാൾഡോയെ ഏറെ വേദനിപ്പിച്ച് കടന്നുപോയത് തന്നെ പുറത്തിരുത്താൻ പരിശീലകനും ക്ലബ്ബും തീരുമാനിക്കുന്നത് തന്നെയായിരുന്നു. യുണൈറ്റഡിൻ്റെ ആ തീരുമാനത്തോടോ എറിക് ടെൻ ഹാഗിൻ്റെ നിലപാടിനോടോ അയാൾ ഒരിക്കൽ പോലും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. കാരണം ഇത്രയേറെ വളർന്നിട്ട് പോലും പരിശീലകരെയും സഹതാരങ്ങളെയും ക്ലബിനെയും ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും പഠിച്ച കഴിവുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമ കൂടിയായിരുന്നു അയാൾ. വേദനയോടെയാണെങ്കിലും അതിനെ സ്വീകരിച്ചുകൊണ്ട് അയാൾ ഡക്കൗട്ടിലിരിക്കുന്നത് വളരെ നിർവികാരത്തോടെ തന്നെയായിരുന്നു. എന്നിട്ടും പക്ഷേ തുടർന്നു വന്ന പരാജയങ്ങളും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ തകർച്ചയുമെല്ലാം ക്ലബ്ബും മാനേജറായ ടെൻ ഹാഗും റൊണാൾഡോ എന്ന മനുഷ്യനിലേക്ക് മാത്രം ചാപ്പുകുത്തി. റൊണാൾഡോയാണ് കാരണമെന്ന് നിരത്തി. ഓൾഡ് ട്രാഫോർഡിലെ ആരാധകർ പോലും 2 ചേരികളായി പിരിഞ്ഞിരുന്നു. ഒരു കൂട്ടർ അയാൾക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തി. ശേഷം ഇന്ന് 4 വർഷം പിന്നിട്ടിട്ട് പോലും അവർക്കും ഓൾഡ് ട്രാഫോർഡിനും എറിക് ടെൻ ഹാഗിനും പ്രീമിയർ ലീഗ് മണ്ണിൽ ഇന്നേ വരെ ആ തീരുമാനത്തിൻ്റെ ശാപമോക്ഷം ലഭിച്ചിട്ടുമില്ല.
സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം പോലും എറിക് ടെൻ ഹാഗ് ആവിഷ്കരിക്കുമ്പോൾ ഫെർണാണ്ടോ സാന്റോസിന് പോലും പോർച്ചുഗലിൽ അത് പുനരാവിഷ്കരിക്കുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നുവെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. ഇന്നോളം പോർച്ചുഗൽ എന്ന രാജ്യത്തെ തൻ്റെ ചുമലിൽ ചുമന്ന് നടന്നവന്, ഹൃദയത്തിൽ പേറിയവന് സർജിക്കൽ ബ്ലേഡ് അതിനിടയിൽ കടന്നു പോകും വിധം നെഞ്ചിനകത്ത് വേദന അനുഭവപ്പെട്ട് കാണണമല്ലോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുന്നതിനോടൊപ്പം റൊണോ പറഞ്ഞു വെച്ച വാക്കുകളോട് പലരും എതിർപ്പും നീരസവും വാദങ്ങളും വിമർശനങ്ങളും ഉയർത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ പക്ഷേ അന്നു മുതൽ ഓൾഡ് ട്രാഫോർഡ് ജനതയ്ക്ക് കൺമുന്നിലൂടെ തങ്ങൾക്കേറെ പ്രിയപ്പെട്ട ക്ലബ്ബ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നത് നിസ്സഹതയോടെ, നിരാശയോടെ നോക്കി നിൽക്കേണ്ടി വരുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഉടമകളുടെ മണ്ടത്തരങ്ങളും ടെൻ ഹാഗിൻ്റെ പൊള്ളത്തരങ്ങളും പുതിയ സൈന്യങ്ങളടക്കം അടപടലം പാളിയപ്പോൾ ഓൾഡ് ട്രാഫോർഡിലെ ജനത ഹൃദയം കൊണ്ട് ഒരിക്കൽ കൂടി റൊണാൾഡോയുടെ പേര് വെച്ചുകൊണ്ട് മാഞ്ചസ്റ്ററിൽ പൊട്ടിത്തെറിച്ചു. അയാളാണ് ശരിയെന്ന് അവർ വിശ്വസിക്കേണ്ടി വന്നു. അമറോമിൻ്റെ മാഞ്ചസ്റ്റർ യുഗത്തിലും വീഴ്ചകളുടെ തുടക്കത തുടരുമ്പോൾ റിയാലിറ്റി സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും ഓരോ മാഞ്ചസ്റ്റർ ആരാധകൻ്റെയും ബോധമനസ്സിൽ അയാളോട് കാണിച്ച നന്ദികേടിൻ്റെ ഫലമാണ് ഈ നിരാശയ്ക്ക് കാരണമെന്ന് അവർക്ക് തോന്നിപ്പോകാറുണ്ടാകും. പിഴവുകൾ എവിടെയാണെന്ന് തിരികെ നടന്നൊരു അന്വേഷണം നടത്തുമ്പോൾ അയാളുടെ ഗോളുകളും സെലിബ്രേഷനുകളും തിരിച്ചുവരവുകളും ആത്മസമർപ്പണങ്ങളും കടൽ പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മൈതാനത്ത് ഇളകി മറയുന്നുണ്ടായിരുന്നു. അതുകണ്ടവർക്ക് ഒരുമിച്ച് പറയേണ്ടി വന്നു, റൊണാൾഡോ ആയിരുന്നില്ല മാഞ്ചസ്റ്ററിൻ്റെ ശാപമെന്ന്, തകർച്ചയ്ക്ക് കാരണമെന്ന്. പക്ഷേ അപ്പോഴേക്കും പലരുടെയും സ്വതാൽപര്യങ്ങളുടെ തീരുമാനങ്ങളും വ്യക്തിവൈരാഗ്യവും അയാളുടെ കരിയറിലെ വിലപ്പെട്ട സമയങ്ങളെ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു. ഖത്തറിൻ്റെ മണ്ണിൽ വീണ കണ്ണീരിന് ഒരു കാലവും പിന്നീട് കണക്ക് ചോദിക്കാതെ കടന്നു പോയിരുന്നില്ല. ടെൻ ഹാഗും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഫെർണാണ്ടോ സാന്റോസും ഉൾപ്പെടെ അവരുടെ വാദങ്ങളെ പിന്തുണച്ച ആരാധകരും ശാപക്കുഴിയിൽ അകപ്പെടുന്നത് കാണാമായിരുന്നു. മോക്ഷം കിട്ടാതെ അലയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന എക്കാലത്തെ മികച്ച ക്ലബിൻ്റെ ഗതിയും ഇന്ന് ഈ ഫുട്ബോൾ ലോകം ദർശിക്കുകയാണ്. അതെ, ഇന്ന് അതവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു മേജർ സർജറി തന്നെ ആവശ്യമുണ്ട് എന്ന്. ഉടമസ്ഥരും മാനേജ്മെൻറ്റും താരങ്ങളും ഉൾപ്പെടെയുള്ള ഒരു ശുദ്ധികലശം. റൊണാൾഡോ ആവർത്തിച്ചത് എത്രയോ സത്യമാകുന്നു. ഒരുപക്ഷെ ഈ പറഞ്ഞതെല്ലാം വെറുമൊരു കെട്ടുകഥ പ്രചരിപ്പിക്കുന്നതായും റിയാലിറ്റിയെ തള്ളിപ്പറയുന്നതായും ഫാനിസം കൊണ്ട് സംസാരിക്കുന്നതായും പലർക്കും അഭിപ്രായപ്പെടാം. എന്നാൽ ഇന്ന് ആ നഗരത്തിലെ ഒരു യഥാർത്ഥ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകൻ്റെ തലച്ചോറിൽ തിളച്ച് മറയുന്നത് അയാളുടെ വാക്കുകളും നിമിഷങ്ങളും മാത്രമായിരിക്കും. 36-ാം വയസ്സിന് ശേഷവും യുണൈറ്റഡിന് വേണ്ടി അയാൾ നൽകിയതെല്ലാം അവരുടെ ഓർമ്മകളിൽ അങ്ങനെ സാഹസികത പോലെ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. വാർദ്ധക്യത്തിലും അത്ഭുതങ്ങൾ വിടർത്തിയ അയാളുടെ നിലയ്ക്കാത്ത പ്രയത്നങ്ങളും തീജോലയായി ജ്വലിക്കുന്നുണ്ട്. അവിടെ അയാളിലെ ആത്മസമർപ്പണത്തിൻ്റെ കഥ ആ മണ്ണിലെ പുൽനാമ്പുകൾക്കും സംസാരിക്കാനാകുമെങ്കിൽ അവരും പറഞ്ഞു തരുമായിരുന്നു. എന്നിട്ടും കരിയറിലെ ഏറ്റവും വലിയ കരടായി മാഞ്ചസ്റ്റർ മാറുകയായിരുന്നു. ഈ ഫുട്ബോൾ ലോകത്ത് ഈ ഗെയിമിനോട് ഇത്രയേറെ സമർപ്പണവും നീതിബോധവും കഠിനാധ്വാനവും പുലർത്തുന്ന മറ്റൊരു താരത്തെ ചൂണ്ടിക്കാണിക്കുവാൻ ഒരാൾക്കും ഈ ലോകത്ത് സാധിക്കുകയില്ല, ഈ പ്ലാനറ്റിൽ അയാളെപ്പോലെ ഒരു മനുഷ്യനെയും. അതുകൊണ്ട് തന്നെ കാലം കാരണങ്ങൾ സഹിതം അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അതെ, റൊണാൾഡോ ഈസ് ഓൾവേസ് റൈറ്റ് അറ്റ് ദ ബിഗിൻ ആൻഡ് ഇറ്റ്സ് എൻഡ്. 18 years since that trembling teenager of touch and tease first tiptoed onto this storied stage. Now in his immaculate maturity, CR7 reunited. Matic turned in by Ronaldo. For whom a moment of some personal uplift in a sad week, and in the context of the game,
There is no work of fiction more fanciful.